إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിലെ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുധാവനം ചെയ്തുകൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് ആർജിച്ച് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും ഉൾക്കൊള്ളണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് ആചരിക്കുകയും വിശ്വസിക്കുകയും ജീവിത രീതിയാക്കുകയും ചെയ്യുന്നതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മാർഗമാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ചില അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം എന്ന് പറയുന്നത് ബുനിയാദ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അലാ ഖംസിൻ, 5 കാര്യത്തിന്റെ മേലെയാണ്. 5 അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ മേലെയാണ് ദീനുൽ ഇസ്ലാം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്നാമതായി പറയുന്ന കാര്യം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു മാത്രമാണ് മനുഷ്യന്റെ ആരാധ്യനെന്നും അല്ലാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനെയും സ്വീകരിക്കാൻ പാടില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിങ്കൽ നിന്നും നിയോഗിതനായിട്ടുള്ള റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ്. ആ സാക്ഷ്യവചനത്തെ അംഗീകരിക്കലാണ് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. അഥവാ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഷഹാദത്താണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അള്ളാഹു ഏകനായ ഇലാഹാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള റസൂലാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ സാക്ഷ്യവചനങ്ങളുടെ മേലെയാണ് ദീനുൽ ഇസ്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ സാക്ഷ്യവചനങ്ങൾ ഇല്ലെങ്കിലോ, ഒരു ബിൽഡിങ്ങിന്റെ അടിസ്ഥാനം വളരെ മോശമാണെങ്കിലോ, അതിന്റെ മേലെ ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നിലനിൽപ്പുണ്ടാവുകയില്ല. ഏത് സമയവും അത് പൊളിഞ്ഞു ചാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അടിസ്ഥാനം ഭദ്രമാക്കുക എന്നതാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരാളിൽ ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ട കാര്യം.
അപ്പൊ ഒരാളിങ്ങനെ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി ആ സാക്ഷ്യവചനത്തിൽ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കൊണ്ട് എന്തൊക്കെയാണോ ഉണ്ടാകേണ്ടത് ആ ഉണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ അവിടെ വരികയും ആ സാക്ഷ്യവചനങ്ങളുടെ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത ഒരു സംഗതിയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഷഹാദത്ത് പൂർത്തിയാകുന്നത്. ഞാൻ സാക്ഷിയായി എന്ന് പറഞ്ഞാൽ ആ സാക്ഷിത്വം പൂർത്തിയാകുന്നത് അപ്പോൾ മാത്രമാണ്. ആ സാക്ഷ്യവചനത്തിന് വിരുദ്ധമായ വല്ല വാക്കോ പ്രവൃത്തിയോ രീതിയോ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി ഈ സാക്ഷ്യവചനത്തിന്റെ അർത്ഥകൽപ്പനയിൽ നിന്നും അയാൾ പുറത്തുപോയി എന്നാണ് അർത്ഥം. അപ്പൊ അത്രയും വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാകുന്നു ഇത്. ഈ പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ഇത് കേവലം ഒരു വാക്കല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് താരാട്ട് പാടുമ്പോ പറയുന്ന കേവലമായ ഒരു വാക്കല്ല, വലിയ വിശാലമായ അർത്ഥമുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യമായി വ്യതിയാനം വരാതെ കാത്തു സൂക്ഷിക്കേണ്ട മഹത്തായ വാചകമാകുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ജീവിതത്തിൽ ഒരിക്കൽ പറഞ്ഞാൽ പോരാ. ഒരാൾ വിശ്വാസിയാകുമ്പോ, വിശ്വാസം പ്രഖ്യാപിക്കുമ്പോ അയാളുടെ നാക്കിലൂടെ ഒന്നാമതായി പുറത്തു വരേണ്ട കാര്യം എന്താ? ഈ ഷഹാദത്താണ്. ആ ഷഹാദത്ത് അംഗീകരിക്കപ്പെടുന്നത് കൂടിയാണ് ഒരാള് മുസ്ലിമായി തീരുന്നത്, ഒരാള് മുഅ്മിനായി തീരുന്നത്. അത്രയേറെ പ്രാധാന്യമുണ്ട്. അതോടുകൂടി നിൽക്കുന്നതല്ല, ആ വാചകം പറഞ്ഞതോടുകൂടി നിൽക്കുന്നില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോ ദിനത്തിലും ദൈനംദിനം എത്ര തവണ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്, നമ്മൾ അറിയാതെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കുന്നവനാണ് എങ്കിൽ, ഫർളായ നിലയിലും സുന്നത്തായ നിലയിലും പ്രാവർത്തികമാക്കുന്നവനാണ് എങ്കിൽ ഒരു ദിവസത്തിൽ അനവധി തവണ ഇത് കേൾക്കാനും പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ പള്ളിയിൽ നിന്ന് ഓരോ പ്രദേശത്തും, മുസ്ലിമീങ്ങളുള്ള ഓരോ പ്രദേശത്തും 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഒന്നാമത്തെ പ്രഖ്യാപനയാണ്, വിളിച്ചു പറയാണ്. ഓരോ പ്രദേശത്തും വിളിച്ചു പറയാണ്. ആ വിളിച്ചു പറയുന്നത് ആരൊക്കെ കേൾക്കുന്നുണ്ട്? ആ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കേൾക്കുന്നുണ്ട്. അഥവാ ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ്. ഒരു മുസ്ലിം എന്ന് പറയുമ്പോ അയാൾ ഒന്നാമത്തെ പ്രഖ്യാപനമാകുന്നു അത്. ഇനി ഈ പറയുക 5 നേരം നമ്മൾ കേൾക്കുന്നു. അതേപോലെ തന്നെ എത്ര തവണ പറയുന്നു ജീവിതത്തിൽ? ഒരു ദിവസത്തിൽ 17 റക്അത്ത്, 5 നേരങ്ങളിലായി 17 റക്അത്ത് നിസ്കരിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി. ഈ 17 റക്അത്ത് നിസ്കരിക്കുന്നതിനിടയിൽ ഒരു നിസ്കാരത്തിൽ ചുരുങ്ങിയത് 2 അത്തഹിയ്യാത്ത് ഒരാൾ പാരായണം ചെയ്യണം. 2 അത്തഹിയ്യാത്ത് ഒരു നിസ്കാരത്തിൽ, 2 അത്തഹിയ്യാത്ത്. അത് സുബഹിന്റെ കാര്യത്തിൽ 1 മാത്രമേ ഉള്ളൂ, അല്ലാത്തതിൽ. അങ്ങനെ നമ്മൾ നോക്കുമ്പോ എത്ര തവണ അത് പറയുന്നുണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ സാക്ഷ്യവചനം നമ്മൾ ആവർത്തിച്ച് എത്ര പ്രാവശ്യം പറയുന്നു? 9 തവണ പറയണം. ഒരാള് കൃത്യമായി നിസ്കരിക്കുന്ന 9 തവണ നിർബന്ധമായ നിലയിൽ ഈ സാക്ഷ്യവചനം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ ജീവിതത്തിൽ എത്ര തവണകൾ ഒരാൾ വുളു ചെയ്ത് കഴിഞ്ഞു, അയാൾ പറയണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അവിടേക്ക് എന്തുണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ, അല്ലാഹു അല്ലാതെ അവന് ഏകനായിട്ട് വേറെ ഒരുവനും ആരാധ്യനായിട്ടില്ല. ലാ ശരീക ലഹു, അവൻ ഒരു തരത്തിലുള്ള കൂറുകാരോ പങ്കുകാരോ ഇല്ല. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇങ്ങനെ തുടങ്ങി എത്ര തവണകളാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 19 തവണ ഇപ്പൊ തന്നെയായി. ഇനി അതേപോലെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇത് പറയണമെന്നുണ്ടെന്നും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടാവുന്ന ഫള് എന്താണെന്നും വിശദീകരിച്ചിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാം. ഇമാം ബുഖാരി ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ പറഞ്ഞാൽ, മൻ ഖാല, ഒരുത്തൻ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, വഹ്ദഹു, അവൻ മാത്രമേ ഉള്ളൂ, ലാ ശരീക ലഹു, അവൻ ഒരു തരത്തിലുള്ള കൂറുകാരോ പങ്കുകാരോ ഇല്ല, ലഹുൽ മുൽക്കു, അവനുള്ളതാകുന്നു രാജാധിപത്യം, വലഹുൽ ഹംദു, എല്ലാ സ്തുതിയും അവനുള്ളതാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുടയവനാണ്. ഈ പറയുന്ന ദിക്ർ എത്ര തവണ ഒരു മുസ്ലിം പറയുന്നുണ്ട് ദിവസത്തിൽ? നിസ്കരിച്ച് ഉത്തരം നമ്മൾ പറയണ്ടേ?
നിസ്കരിച്ചിരുന്നാ പറയണ്ടേ? അങ്ങനെ നമ്മൾ എണ്ണി നോക്ക്, എത്ര തവണകളാ പറയുന്നത്. ഇങ്ങനെ ഒരാള് ഫീ യൗമിൻ മിഅത മറ, ഈ ദിക്ർ ഒരാള് ദിവസത്തിൽ 100 തവണ പറഞ്ഞാൽ കാനത് ലഹു അദ്ലു അശ്രി റിഖാബ്, അയാൾ 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അയാൾക്കുണ്ട്. 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അയാൾക്കുണ്ട്. വകുതിബത് ലഹു മിഅതു ഹസന, 100 കൂലി ഹസനത്ത് അയാളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. വമുഹിയത അൻഹു മിഅതു സയ്യിഅ, അയാളുടെ തിന്മകളിൽ നിന്നും തെറ്റിൽ നിന്നും 100 എണ്ണം മായ്ക്കപ്പെടും. വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താൻ, ഇത് പറയുന്ന ഒരാൾക്ക് ശൈത്താനിൽ നിന്നുള്ള അഭയമുണ്ടാകും, ശൈത്താനിൽ നിന്ന് രക്ഷയുണ്ടാകും. യൗമിഹി ദാലിക, അത് പറയുന്ന ആ ദിവസത്തിൽ, 100 തവണ പറയുന്ന ആ ദിവസത്തിൽ, ഹത്താ യുംസി, വൈകുന്നേരമാകുന്നവരെ ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകുന്ന. വലം യഅതി അഹദും ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, ഇയാൾ ഈ പറയുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യം വേറൊരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇല്ല അഹദുൻ അമില അക്സറ മിൻ ദാലിക, ഇതിനേക്കാൾ കൂടുതൽ അമലു സാലിഹാത്ത് വേറെ ചെയ്തെങ്കിലല്ലാതെ. കേവലം ഈ പറഞ്ഞത് കൊണ്ട് മാത്രം കിട്ടാവുന്ന പ്രതിഫലം, ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പ്രതിഫലം ഒരാൾക്ക് കിട്ടാനില്ല. അത്രയേറെ മാഹാത്മ്യമുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇപ്പൊ ഇത്രയും വലിയ മഹത്വമുള്ള ഒരു കാര്യം കേവലം നാക്കുകൊണ്ട് പറഞ്ഞാൽ കിട്ടുന്നതാണോ ഇത്? അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. നാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞുകൊണ്ട് പറയണം. വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ബോധ്യപ്പെട്ട് അവനവന്റെ ഇൽമും അവനവന്റെ മഅരിഫത്തും അവനവന്റെ തസ്ദീഖും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ ഈ പറയുന്ന ഷഹാദത്ത് ഒരാൾ ഉച്ചരിക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രതിഫലങ്ങളൊക്കെ ഉള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊന്നും ഇല്ലാതൊരുത്തം പറഞ്ഞാലോ അവനും നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ഈ വിശ്വാസം ഒന്നും ഒരാൾക്കില്ല. കേവലം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അവനെന്തുണ്ട്? മുസ്ലിം ഉമ്മത്തിൽ സംരക്ഷണം കൊടുക്കണം. അമൻ ഖാലഹ കദിബൻ, മനസ്സിലില്ല, മനസ്സിൽ കളവാണ്, പക്ഷെ പ്രത്യക്ഷത്തിൽ ആൾ പറഞ്ഞാലോ അയാൾക്ക് അഭയം നൽകേണ്ടതുണ്ട് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു. ഉമിർതു അൻ ഉഖാതില നാസ്, ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് വരേക്കും. ഒരു നാട്ടിൽ യുദ്ധത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ആ നാട്ടുകാരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവോളം അവരുമായി എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. അത് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് വരെയാണ് യുദ്ധം. ഫമൻ ഖാലഹാ ഫഖദ് അസമ മിന്നി മാലഹു വനഫ്സഹു, വല്ലവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അയാളുടെ ധനവും അയാളുടെ ജീവനും എന്റെ കയ്യിൽ പരിശുദ്ധമായി, പരിപാവനത്വം കൽപ്പിക്കപ്പെട്ടു. അവന് പിന്നെന്തില്ല? ആ പറഞ്ഞ ഒരാൾക്ക് ഇസ്ലാമിക ഉമ്മത്തിൽ നൽകപ്പെടേണ്ട സംരക്ഷണം നൽകപ്പെടുക തന്നെ ചെയ്യും. ഇല്ലാ ബിഹഖി, അവന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട മറ്റ് ഹക്കുകൾ, അങ്ങനെ ചില ഹക്കുകളുണ്ട്. എന്താണ്? ഒരാൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരാളാണ്, അയാൾക്ക് സംരക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിക ഭരണമുള്ള ഒരു നാട്ടിൽ അയാൾക്ക് മുസ്ലിമായ നിലയിൽ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ അയാൾ വേറൊരാളെ കൊന്നു എങ്കിലോ അയാൾക്ക് സംരക്ഷണമില്ല. കൊന്നവനെ കൊല്ലുക എന്നത് അള്ളാഹു നിശ്ചയിച്ചുള്ള ഹുക്കുമാണ്, ഇസ്ലാമിക ഭരണകൂടം നടപ്പാക്കേണ്ട ഒരു ഹുക്കുമാണ്. അയാൾ കളവ് നടത്തി അവന്റെ കൈവെട്ടുക എന്ന് ഇസ്ലാം നിശ്ചയിച്ചുള്ള ഹുക്കുമാണ്. അങ്ങനെയുള്ള ഹുക്കുമകൾ, ഹക്കായ ഹുക്കുമകൾ ഒഴിച്ച് മറ്റുള്ള കാര്യങ്ങളിൽ അവന് സംരക്ഷണം നൽകണം. വഹിസാബുഹു അലല്ലാഹ്, അവനെ വിധി നോക്കേണ്ടത്, അവനെ വിചാരണ ചെയ്യേണ്ട ബാധ്യത ആർക്കുള്ള? അള്ളാഹ്ക്കുള്ള. നാളെ പാരത്രിക ജീവിതത്തിൽ അവന്റെ വിചാരണ അള്ളാഹിന്റെ അടുക്കലുള്ള. നമ്മൾ ഇവിടെ എന്തേ ചെയ്യണ്ടല്ലോ? പ്രത്യക്ഷമായി വിധിക്കേണ്ട പറ്റുകയുള്ളൂ. പ്രത്യക്ഷമായ ഒരു വിധി, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവന് നൽകേണ്ട പ്രത്യക്ഷമായ ഒരു വിധി, അതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെയ്യേണ്ടതല്ലോ. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ബഅസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഹിറഖ മിനൽ ജുഹൈന, ജുഹൈന എന്ന് പറയുന്ന സ്ഥലത്തെ ഹിറഖ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ നിയോഗിച്ചു. അതായത് യുദ്ധത്തിന് പോകാൻ വേണ്ടി നിയോഗിച്ചു. അങ്ങനെ കാല ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസബ്ബഹന അൽ ഖൗം, അങ്ങനെ ആ ജനസമൂഹത്തിലേക്ക് നേരം പുലർച്ചയായപ്പോൾ ഞങ്ങൾക്ക് ചെന്നു. ഫഹസംനാഹും, ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തി, ആ സമുദായത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തി. കാല, എന്നിട്ട് ഉസാമ റളിയല്ലാഹു തആല പറയാണ്, വലഹിഖ്തു അന വറജുലുൻ മിനൽ അൻസാരി, ഞാനും അൻസാരികളിൽപ്പെട്ട ഒരാളും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളുമായി ലഹിഖ്തു ചെന്നു ചേർന്നു, റജുലൻ മിൻഹും ഖാല, അദ്ദേഹം പറയാണ്, ഞങ്ങൾ അയാളെ പിടികൂടിയപ്പോ, അയാളെ വളഞ്ഞപ്പോ അയാൾ എന്ത് പറഞ്ഞു?
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു. ആര്? ഈ ശത്രുവർഗത്തിൽപ്പെട്ട ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു. ഖാല, ഉസാമ പറയാണ്, ഫകഫ അൻഹുൽ അൻസാരി, അൻസാരി അയാളെ വിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും അൻസാരി അയാളെ വിട്ടില്ല, അയാളെ പിടിച്ചു വച്ചു. ഫതഅൻതുഹു ബിറംഹി, എന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ഞാൻ അയാളെ കുത്തി. ഹത്താ ഖതൽതു, ഞാൻ അയാളെ കൊന്നു കളഞ്ഞു. ഈ കാര്യം ചെയ്തിട്ട് പിന്നെ പറയാണ്, ഖാല, ഉസാമ റളിയല്ലാഹു അൻഹു പറയാം, ഫലമ്മാ ഖദിംനാ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെന്നപ്പോ, റസൂൽ അയച്ച ആളാണല്ലോ, ബലഗ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വർത്തമാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിയിരുന്നു. ഖാലലി, ഇത് കേട്ട റസൂൽ എന്നോട് ചോദിച്ചു, യാ ഉസാമ, ഉസാമ, അഖതൽത ബഅദ മാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന് ശേഷം നീ അയാളെ കൊന്നു കളഞ്ഞോ? നീ അയാളെ കൊന്നു കളഞ്ഞോ? ഫമാ സാല യുകർറിറുഹാ, റസൂൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. നീ അയാളെ കൊന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന് ശേഷം നീ അയാളെ കൊന്നോ? ആവർത്തിച്ചു ചോദിച്ചു. ഹത്താ തമന്നൈതു അന്നീ ലം അകുൻ അസ്ലംതു ഖബല ദാലികൽ യൗം, ആ ദിവസത്തിന് മുമ്പ് ഞാൻ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ എത്ര നന്നായനെ എന്നെന്റെ മനസ്സിൽ തോന്നിപ്പോയി. അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ശകാരിച്ചു. വേറൊരു റിവായത്തനുസരിച്ച് ഇന്നമാ ഖാലഹാ ഖൗഫൻ മിനസ് സലാഹ്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സമയത്ത് പറയാൻ കാരണം ഞങ്ങളുടെ കയ്യിലുള്ള ആയുധത്തെ പേടിച്ചായിരുന്നു റസൂലേ എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു കാരണം ബോധിപ്പിച്ചു. ഖാല, അപ്പോൾ റസൂൽ പറഞ്ഞെന്താ, അഫലാ ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹ അം ലാ, അല്ല അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചപ്പം നീ അയാളുടെ ഹൃദയം കീറി നോക്കിയോ? അയാളുടെ ഹൃദയം കീറി നോക്കി പരിശോധിച്ചോ? നീ അയാൾ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ നിന്റെ കയ്യിൽ കീറി നോക്കാൻ വല്ല ഉപകരണം ഉണ്ടായിരുന്നോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ കള്ളനാണ് എങ്കിൽ പോലും, കള്ളമായ നിലയിൽ മനസ്സറിയാതെയാണ് പറഞ്ഞതെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ വിധിക്കണം എന്നാകുന്നു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാ വിശദീകരിച്ചിട്ടുള്ളത്. നഹ്നു നഹ്കുമു ബിൽ ലവാഹിർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റൂ, ഒരാള് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലവാഹിർ പ്രത്യക്ഷമായ സംഗതി എന്തോ അതനുസരിച്ച് നമ്മൾ വിധിക്കുക. വല്ലാഹു യതവല്ല സറായിർ, അയാളുടെ ആന്തരികമായ കാര്യം എന്താണോ അത് അല്ലാഹ്ക്കാണ് അറിയാം, നമുക്കറിയില്ല. അത് നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാ വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ഉമ്മത്തിൽ ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് വ്യക്തമായി ആ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്ന് ബോധ്യമായാൽ അയാളുടെ ഹുക്മ് വേറെയാണ്, അയാൾക്ക് നൽകപ്പെടേണ്ട ഹുക്മ് വേറെയാണ്. അയാളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ബോധ്യപ്പെടുത്തിയിട്ടും അയാളെ തിരുത്തുന്നില്ല എങ്കിൽ അപ്പൊ അയാളുടെ മേൽ നടപടിയെടുക്കാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് അപ്പോൾ അവകാശമുണ്ട്. അത് വേറൊരു കേസാണ് എന്നുള്ളത് പ്രത്യേകമായി മനസ്സിലാക്കണം. ഏതായിരുന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന മഹത്വം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്ത് എന്നത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? തുൻജി ഖായിലഹ ബിസിദ്ഖിൻ മിനൻ നാർ, അയാൾ സത്യസന്ധമായ നിലയിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതെങ്കിൽ നരകത്തിൽ അയാൾക്ക് രക്ഷ കിട്ടും. ആ ഖൗല് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നരകമോചനം അയാൾ കിട്ടും. വമിൻ അദാബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ശിക്ഷയിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് അഭയം കിട്ടും, രക്ഷ കിട്ടും എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യഖൂൽ സമിയ റജുലൻ യഖൂൽ, ഒരാൾ വന്നിട്ട് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്താണ് പറഞ്ഞത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാണ് അയാൾ പറയുന്നത്. ഫഖാല, ഇത് കേട്ടപ്പോൾ റസൂൽ പറഞ്ഞു, അലൽ ഫിത്ര, അയാൾ യഥാർത്ഥത്തിൽ ശുദ്ധമായ പ്രകൃതിയിലാണുള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരാള് ശുദ്ധമായ പ്രകൃതി. ശുദ്ധമായ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിമയും ഉടമയും. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു എന്റെ റബ്ബാണ്, അവൻ പരമോന്നതനാണ്, അവൻ ഏറ്റവും വലിയവനാണ് എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അയാൾ എന്താണ്? ശുദ്ധമായ പ്രകൃതിയിലാണ്. അള്ളാഹുവിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ഒരാളുടെ മനസ്സിൽ വരുന്നതെങ്കിലോ,
ആ സ്ഥാനത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ഒരു സങ്കല്പമാണ് ഒരാൾക്ക് വരുന്നതെങ്കിലോ അയാളുടെ മനസ്സ് ബന്ധിതമാകുന്ന ആരുമായിട്ടാണ്? അള്ളാഹുമായിട്ടല്ല. അയാൾ ഫിത്രത്തിലല്ല, അയാൾ ശുദ്ധമായ പ്രകൃതിയിലല്ല. ഈ പറയുന്നവൻ ശുദ്ധമായ പ്രകൃതിയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും അയാൾ പറഞ്ഞു ഖാല അർറജുൽ, അയാൾ പറയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ അയാൾ പറഞ്ഞു എന്താ അറിയോ? ഖറജത മിനന്നാർ, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇത് അറിഞ്ഞുകൊണ്ട് പറയുക എന്ന് പറയുന്ന സംഗതി ഉണ്ടാകണം. അഥവാ തൗഹീദ്, ഏകനായ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുക, ശിർക്ക് എന്ന് പറയുന്ന സംഗതികൾ പൂർണ്ണമായും ഇല്ലാതാക്കുക, അത് വേണം. ഫനദറൂ ഇലൈ, അപ്പൊ ആളുകൾ ഇയാളിലേക്ക് നോക്കി. നരകത്തിന് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അയാളെ ആളുകൾ നോക്കി. ഫൈദാ ഹുവ, അപ്പൊ അയാൾ ആരാന്നറിയോ? റാഇ മഅസ്, ഒരാട്ടിടയനാണ്. ഒരാട്ടിടയനായ സാധാരണ മനുഷ്യന് അയാളുടെ മനസ്സിൽ എന്തുണ്ട്? അള്ളാഹുമായിട്ടാണ് ബന്ധം. അയാൾ പറയുന്നത് അല്ലാഹു അക്ബറാണ്. അയാൾ പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അതോടുകൂടി അയാൾക്ക് എന്തായി? അയാൾ ശുദ്ധമായ ഫിത്രത്തിലുമായി, അയാൾ സ്വർഗത്തിന്റെ അവകാശിയുമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖത്തു, ഒരു അടിമയായ, അല്ലാഹുവിന്റെ അടിമയായ ഒരാളും തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. മുഖ്ലിസൻ, ഇഖ്ലാസോട് കൂടി ആള് പറയുന്നില്ല, മനസ്സിൽ അറിഞ്ഞുകൊണ്ട് ബോധ്യപ്പെട്ട് എല്ലാ കളങ്കങ്ങളിൽ മുക്തമായ നിലയിൽ ഒരാളത് പറഞ്ഞിട്ടില്ല. ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശങ്ങളുടെ കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടാതെ. അപ്പൊ ശുദ്ധമായ വിശ്വാസമുള്ള ഒരാൾക്ക് വേണ്ടി അയാൾ പറയുന്നത് കേൾക്കപ്പെടാൻ മാത്രം ആകാശങ്ങളുടെ കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും. ഹത്താ തുഫ്ലി ഇലൽ അർശി, അല്ലാഹുവിന്റെ അർശോളം അത് ഉയരുന്ന വിധത്തിൽ, അത്രത്തോളം ഉയരുന്ന വിധത്തിൽ, അത്രത്തോളമായി ഉയർന്നു പോകുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണ്? നമ്മൾ പറയുന്ന ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ളലായ ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റാണ്. വ അഫ്ളലു ദുആ, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയലാണ്. അപ്പൊ ഒരു വിശ്വാസിയുടെ നാക്കിൽ നിന്ന് വരേണ്ടത് ഇതൊക്കെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്നൊക്കെയുള്ള വാചകങ്ങളാണ് ഒരു വിശ്വാസിയുടെ നാക്കിൽ നിന്ന് വരേണ്ടത്. അതിലേറ്റവും ശ്രേഷ്ഠമായ വചനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിലുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഹൈറായിട്ടുള്ള പ്രാർത്ഥന അറഫയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഹജ്ജിന് പോകുന്നവരായ ആളുകൾ അറഫയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഹൈറായ പ്രാർത്ഥന. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഹൈറായിട്ടുള്ള വാക്കേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ലോകത്ത് വന്നിട്ടുള്ള സകല അമ്പിയാക്കന്മാരും മാനവ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും വാചകം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിന് അത്രമാത്രം വലിയ പ്രാധാന്യവും മഹത്വവും ഉണ്ട് എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, അല്ലാഹു തആല നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, നരകത്തിന് അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. മൻ, ഒരുത്തനെ. ആരാണവൻ? ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. യബ്തഗീ ബിദാലിക വജ്ഹല്ലാഹ്, വെറും വർത്താനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിക്ർ പറയുന്നത് പറഞ്ഞതല്ല, മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾക്ക്
ഒരാള് നരകം ദ്രോഹിക്കൂല, നരകത്തിന് അത് ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ച ഹദീസാണ്, അൽ ഈമാൻ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് പറയുന്നത് 70-ൽ പരം ശാഖകളുള്ളതാണ്. ആ ഈമാന്റെ ഏറ്റവും സമുന്നതമായ ഭാവം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്കാണ് അതിനെല്ലാം ഉണ്ടാകുന്നത്. അത് അടിസ്ഥാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള കാര്യം എന്താ? ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ കിടക്കുന്ന പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കലാണ്. വൽ ഹയാഉ, ലജ്ജ എന്ന് പറയുന്നത് ശുഅബത്തും മിനൽ ഈമാൻ, ഈമാന്റെ ഒരു ശാഖയാകുന്നു. അപ്പൊ എന്തൊക്കെ വിട്ടു? ഒരാൾ മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല, അള്ളാഹുവാണ് ലോകം പടച്ചെന്ന് വിശ്വസിക്കലല്ല, അള്ളാഹുവാണ് മുദബ്ബിറുൽ ആലം എന്ന് വിശ്വസിക്കൽ മാത്രമല്ല. അതൊക്കെ വിശ്വസിക്കാത്തവർ ദുനിയാവിൽ അധികം ആൾക്കാരുണ്ടായിട്ടില്ല. ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ്. മക്കയിലെ മുശ്രിക്കുകളും അത് വിശ്വസിച്ചവരാണ്. പിന്നെ എന്താ ഉണ്ടാകേണ്ടത്? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന അള്ളാഹുവിന് മാത്രമേ ആരാധ്യനാകാനും ഇലാഹാനാകാനും യോഗ്യതയുള്ളൂ എന്ന് വിശ്വസിക്കുകയും അവനെ ആരാധ്യനാക്കലും അവനെ മാത്രം ഇബാദത്തെടുക്കലുമാണ്. അതുണ്ടായാൽ ഓ മുഅ്മിനായി. അങ്ങനെയുള്ളവനാണ് മുഅ്മിൻ. ആ ഈമാനിന്റെ ഒന്നാമത്തെ തലമേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തതോ വഅദ്നാഹ, അതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വശം എന്താ? ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടൊരാൾക്ക് നീക്കി കൊടുക്കുക. അതെന്താണ്? ഈമാനാണ്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ മാത്രം ഉള്ളതല്ല, മനസ്സിലുള്ളതനുസരിച്ച് ചെയ്യലാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കന്മാർ ഈമാനെ വിശദീകരിച്ചത് അൽ ഈമാനു തസ്ദീഖും ബിൽ ഖൽബി വഖൗലും ബിൽ ലിസാനി വഅമലും ബിൽ ജവാരിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉറപ്പിക്കലാണ്, മനസ്സിൽ സത്യമായി പുലർത്തലാണ്. മനസ്സിലുണ്ടായ മാത്രം മതിയോ? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ചു, മതിയോ? പോരാ. ഖൗലും ബിൽ ലിസാൻ, അയാൾ മുഅ്മിനാണെന്ന് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴാണ്. പറയും വേണം. അപ്പൊ ഈമാൻ മനസ്സിലുണ്ടായ പോരാ, ഖൗല് വേണം. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, വഅമലും ബിൽ ജവാരിഹ്, മനുഷ്യൻ അല്ലാഹു തന്നിട്ടുള്ള അവയവങ്ങളിലൂടെ ആ ഈമാനെ സാർത്ഥകമാക്കുന്ന അമല് അയാളിൽ ഉണ്ടാവുക. എത്രത്തോളം എന്നാൽ ഒരു വഴിയിൽ കിടക്കുന്ന ഒരു ദ്രോഹം ബുദ്ധിമുട്ടാൽ നീക്കിക്കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഈമാനിനാൽ പ്രചോദിതമായി ചെയ്യുന്ന കാര്യമാകുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന, അതേപോലെ തന്നെയാണ് ഒരാളിൽ ലജ്ജിക്കേണ്ട ഒരു കാര്യത്തിൽ ലജ്ജ ഒരാൾക്ക് ഉണ്ടാകുക. ഉളുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് ഒരാളിൽ നിലനിൽക്കുക എന്നത് എന്താ? അയാളിൽ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണ. അപ്പൊ ഈമാൻ ഇല്ലാത്തവൻ എന്തുണ്ടാവില്ല? ഹയാ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം കൂടുന്ന ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണെന്ത്? ഈ പറയുന്ന ഈമാൻ. അതിന്റെ തുടക്കം ഉണ്ടാകേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്നാണ്. അതേപോലെ മുആദ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ അവസാന വാചകമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് എങ്കിൽ ദഖലൽ ജന്ന, ഓൻ സ്വർഗ്ഗാവകാശിയാണ്. ആരുടെ അവസാന വാചകം, ഒരാൾ മരിച്ചു പിരിയും, ദുനിയാവൊന്നും പിരിഞ്ഞു പോകുന്ന അവസാന നിമിഷത്തിൽ അയാളുടെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരുടേതാകുന്നുവോ എങ്കിൽ അവൻ സ്വർഗാവകാശിയായി എന്ന. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന സംഗതി ഒരാളെ കയ്യിലുണ്ടാകണം. അതുകൊണ്ടാണ് എന്ത് പറയാൻ കാരണം, ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആസന്ന മരണനായ ഒരാൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കൊണ്ട് അയാൾ മരിച്ചു പോകാൻ വേണ്ടി. ഫഇന്ന മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ അവസാനത്തെ വാചകമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് എങ്കിൽ ഇൻദൽ മൗതി, മരണമാസന്നമാകുന്ന സമയത്ത് ആരുടെ വാചകമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നതെങ്കിൽ ദഖലൽ ജന്ന, ഓൻ സ്വർഗ്ഗാവകാശിയായി. അപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ നിന്നാണ് ഇസ്ലാം തുടങ്ങുന്നത്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നതോടു കൂടി മാത്രമേ ഒരാൾ മുസ്ലിം ആകുന്നുള്ളൂ. അതങ്ങനെ തന്നെ അയാൾ തുടരുകയും അതിൽ നിന്ന് വ്യതിയാനം വരാതിരിക്കുകയും ആ നിലയിൽ അന്തിമമായ അയാളുടെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പര്യവസാനിക്കുകയും ചെയ്താൽ അവർക്കുള്ളതാണെന്ത്? അല്ലാഹു തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട്
മനുഷ്യർക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്വർഗം എന്ന് പറയുന്നത്, അവിടേക്ക് പോകലാകുന്നു നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100% ജീവിതത്തിൽ പുലർത്തിയും പാലിച്ചും നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും ഷഹാദത്തിൻ്റെയും ഫളായിലുകൾ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകളാണ് ഇപ്പം നമ്മളിവിടെ കേട്ടിട്ടുള്ളത്. അതിന്റെ ഫള് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ ഫള് കിട്ടാൻ യോഗ്യമായ നിലയിൽ അതിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മൾ അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഹദീസുകളെ കുറിച്ച് പറഞ്ഞു, ഹാദിഹിൽ അഹാദീസു, ഈ പറഞ്ഞ ഹദീസുകൾ ഇന്നമാ ഹിയ ഫീമൻ ഖാലഹാ വമാത അലൈഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെയ്തവൻ ഇത്ര ഫളലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ആരുടെ കാര്യത്തിൽ ബാധകമാണ്? ഫീമൻ ഖാലഹ, അത് പറയുകയും വമാത അലൈഹ, അതനുസരിച്ച് മരിച്ചു പോവുകയും ചെയ്തവരായ ആളുകൾക്കുള്ളതാണ്. എപ്പോഴെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്കുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതിൽ തുടങ്ങി അതിൽ മരിച്ചു പോകുന്നവരായ ആളുകൾക്ക് ഉള്ളതാകുന്നു അത്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ താബഈ പണ്ഡിതനായ ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇന്ന നാസൻ യഖൂലൂൻ, കുറെ ആളുകൾ പറയുന്നുണ്ടല്ലോ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെങ്കിൽ അവൻ സ്വർഗാവകാശിയായി എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? ഫഖാല, ഹസനുൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ഫഅദ്ദാ ഹഖഹ, അതിന്റെ ഹഖ് വീട്ടുകയും ചെയ്താൽ, വഫർലഹ, അതിന്റെ ഫർള് വീട്ടുകയും ചെയ്താൽ, ദഖലൽ ജന്ന, കേവലം വർത്താനല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാചകം പറയുന്നതോടുകൂടി അയാളുടെ മേലിൽ ചില ഹഖ് അവകാശങ്ങൾ വന്നുകൂടി, അയാളുടെ മേലിൽ ചില ഫർളായ കാര്യങ്ങൾ വന്നുകൂടി. ആ സംഗതികളൊക്കെ ഒരാൾ ചെയ്താൽ അയാൾക്കുള്ളതാണ് എന്ത്? സ്വർഗം എന്ന് പറയുന്നത്. കേവലം തൊള്ളോണ്ട് പറഞ്ഞവനല്ല. അതേപോലെ തന്നെ വഹബ് ഇബ്നു മുനബ്ബഹ് അദ്ദേഹത്തോട് ചോദിച്ചു, ലിമൻ സഅലഹു അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സ്വർഗം തുറക്കാനുള്ള താക്കോലല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്, മിഫ്താഹുൽ ജന്ന, സ്വർഗം തുറക്കാനുള്ള താക്കോലല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല ബല, അതെ, സ്വർഗം തുറക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. വലാകിൻ, പക്ഷെ ഒരു കാര്യം, മാ മിൻ മിഫ്താഹിൻ ഇല്ലാ ലഹു അസ്നാൻ, ഏതൊരു താക്കോലാണെങ്കിലും ആ താക്കോലിന് ചില പല്ലുകൾ ഉണ്ടാവും, പല്ലുകളില്ലാത്ത താക്കോൽ ഉണ്ടാവില്ല. ഫൈൻ ജിഇത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ, പല്ലുകളുള്ള താക്കോല് കൊണ്ടാണ് നീ തുറന്നതെങ്കിൽ ഫതഹലക്, നിനക്ക് തുറക്കാൻ പറ്റും. വഇല്ലാ ലം യുഫ്തഹ്, ഇല്ലെങ്കിൽ തുറക്കാൻ പറ്റൂല. അപ്പൊ സ്വർഗം തുറക്കുന്ന താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പല്ലില്ലാത്ത താക്കോല് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നമ്മുടെ വാതിൽ തുറക്കണമെങ്കിൽ ഈ വാതിൽ തുറക്കാൻ ആ വാതിലിന്റെ താക്കോല് പോരാ, ഈ വാതിലിന്റെ താക്കോല് തന്നെ വേണം. ആ വാതിലിന്റെ താക്കോലിന് പല്ലുകളും ഉണ്ടാകണം. അതൊക്കെ ഉള്ള താക്കോലുണ്ടോ തുറന്നെങ്കിലേ തുറക്കാൻ പറ്റൂ എന്നതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ശുറൂത്തുകളും അതിന്റെ ഫുറൂലുകളും അതിന്റെ ആശയങ്ങളും പരിപൂർണമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് മാത്രമേ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗം തുറക്കാൻ പറ്റും. അയാൾക്ക് സ്വർഗത്തിന്റെ കവാടമായി, സ്വർഗം തുറക്കാനുള്ള താക്കോലായി അത് മാറുകയുള്ളൂ എന്നാണ് മഹാന്മാരായ ഉലമാക്കന്മാരൊക്കെ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ മുബ്തിലാത്തുകൾ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ബാത്തിലായി പോണ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെയും സത്യവിശ്വാസികൾ എന്ന നിലയിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരായ ആളുകൾ എന്ന നിലയിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, അവന്റെ വേണ്ടുകയുണ്ടെങ്കിൽ പിന്നെയും സംസാരിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിയായ നിലക്ക് മനസ്സിലാക്കുകയും